ഹലോ എവ്രി വൺ. സൂപ്പർ ഹീറോസിൻ്റെ കേക്കുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, എല്ലാം തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിലുള്ളതാണ് അല്ലേ. ഈ കളറും ഞാനും തമ്മിൽ അത്ര അങ്ങോട്ട് ചേർന്ന് പോകാത്തതുകൊണ്ട് തന്നെ സൂപ്പർ ഹീറോസിൻ്റെ കേക്കുകളുടെ ഓർഡർ വരുമ്പോൾ നല്ല ടെൻഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നതും ഒരു സൂപ്പർ ഹീറോ തീമിലുള്ള കേക്കാണ്. വേറെ ആരുമല്ല, വണ്ടർ വുമൺ ആണ് കേട്ടോ ഇന്നത്തെ കേക്കിലെ താരം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയൊരു കസ്റ്റമറാണ് കേട്ടോ ഓർഡർ വന്നിട്ടുള്ളത്. നമ്മുടെ കേക്ക് അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വന്നിട്ടുള്ള ഓർഡറാണേ. അപ്പോൾ എനിക്ക് ഓൾറെഡി അവരൊരു റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ഡാർക്ക് റെഡ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കളർ ആഡ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല, ഈ ഒരു കളറിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളർ ചേർക്കണം. അപ്പോൾ അതത്ര നല്ലതല്ല, നാവിലൊക്കെ കളറാകും. അതുകൂടാതെ കേക്കിനൊരു ബിറ്റർ ടേസ്റ്റ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ കളർ ആഡ് ചെയ്യേണ്ടാത്ത രീതിയിലുള്ള വണ്ടർ വുമൺ തീമിലുള്ള കേക്കിൻ്റെ പിക്ചേഴ്സ് ഞാൻ തപ്പിയെടുത്തിട്ട് അയച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചധികം റെഫറൻസ് പിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും അവർ ചൂസ് ചെയ്തൊരു മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അത് കണ്ടപ്പോൾ നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ആ മേളിൽ വെച്ചിരിക്കുന്ന റോപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഫോണ്ടൻറ്റിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കേക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ നല്ല രീതിയിൽ പണി കിട്ടിയായിരുന്നു കേട്ടോ. അത് 4 പൊട്ടിപ്പോയി. പിന്നെ അതൊരു കണക്കിനാണ് കേക്കിന് ഡാമേജ് വരാതെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫോർ നൗ.